നമ്മുടെ കൃഷിയിടത്തിലായാലും പൂന്തോട്ടത്തിലായാലും ചകിരിച്ചോറ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് വാങ്ങിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് വാങ്ങിക്കുമ്പോൾ കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ 2-3 തരത്തിലുള്ള ചകിരിച്ചോറുണ്ട്. അത് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് ബ്രിക്സ് പോലത്തുള്ളതാണ്. അത് കട്ടട മോഡലുള്ള ചകിരിച്ചോറാണ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കുക. പിന്നെ വരുന്നതാണ് നമ്മളതായത് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ്. പിന്നെ വരുന്നത് ലൂസായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറായിരിക്കണം വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയും കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ ബ്രിക്സ് പോലെയുള്ള ചകിരിച്ചോറാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരിക. അത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ നേരിട്ട് കൃഷിയിടത്തിലും ആയാലും പൂന്തോട്ടത്തിലായാലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ട്രീറ്റ് ചെയ്യണ വിധമാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ചെടിയുടെ വളർച്ചയൊക്കെ മുരടിച്ച് അതുപോലെ തന്നെ നിന്ന് പോണത്. ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് എന്ന് പറയണത് ഇതാണ് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ്. ഈ കാണുന്നതാണ് ബ്രിക്സ് മോഡൽ വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണയായിട്ട് മിക്കവരും കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ 2 ടബുകളാണ് എടുത്തേക്കണത്. അതായത് ഇത് കുതിരുമ്പോൾ നന്നായിട്ടുണ്ടാവും. ഇത് 5 കിലോത്തിൻ്റെ ഒരു കട്ടയാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ 5 കിലോത്തിൻ്റെ കട്ടയാണ് ഈ കാണുന്നത്. ഇത് 2 ടബിലായിട്ട് ഇടണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കുതിരുമ്പോൾ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 ടബ് ഉപയോഗിച്ചേക്കണം അതിനാണ്. അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് കുതിർന്നോളും. കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാൻ സുഖമാണ്. നമുക്ക് അങ്ങനെയായാലും സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള ഈ ബ്രിക്സ് പോലെയുള്ള കണ്ട ഈ കളറുള്ളതിലാണ് ഈ ലിഗ്നിൻ പോലെയുള്ള രാസപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അത് നമ്മുടെ ചെടിയെ വളരെയധികം ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മത് ട്രീറ്റ് ചെയ്യണത് കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 കിലോഗ്രാം ചകിരിച്ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 ലിറ്റർ വെള്ളം എന്ന കണക്കിന് നമുക്ക് ചെയ്യാട്ടത് ചേർത്ത്. ഇപ്പോൾ ഞാനിതിങ്ങനെ ഇട്ട് സെപ്പറേറ്റ് ഇപ്പോൾ ഇത്ര ഉള്ളതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ചെയ്യണത് സിമ്പിൾ മെത്തേഡിലാണ് കേട്ടോ. ഞാനിത് കുമ്മായം ഉപയോഗിച്ചാണ് ട്രീറ്റ് ചെയ്യണത്. ഇപ്പം സാധാരണയായിട്ട് നമ്മൾ ചെയ്യണത് നമ്മൾ കൂൺ വിത്ത്, യൂറിയ, ചാണകം ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ ഞാനിപ്പോൾ സിമ്പിൾ മെത്തേഡിലാണ് ഇത് ചെയ്യണത്. നിങ്ങൾക്കൊക്കെ അത് കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതിനായിരിക്കും ഗുണം കൂടുതലും. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് കുതിർത്തിട്ട് വെള്ളം അതിൻ്റെ മുകളിൽ നിൽക്കണം. ഇപ്പോൾ എൻ്റെ ടബ് നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിനിപ്പോൾ ഒരു കൊട്ടയും കൂടി എടുത്തിട്ട് ഇപ്പോൾ അതിൽ കാക്കും. അപ്പം നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു ദിവസം തണലത്തേക്ക് മാറ്റി വെക്കണം. നിങ്ങൾ രാവിലെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂറിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാം. അടുത്ത പ്രോസസ്സിൽ കിടക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ചെയ്യണത്. ഇപ്പോൾ വൈകുന്നേരമാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം ഈ കാണുന്നത് കണ്ട ഇത് നമ്മൾ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ്. അതിൻ്റെ നിറത്തിൻ്റെ വ്യത്യാസം കണ്ട. അപ്പം നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കണം ഈ നമ്മളെ ഈ ടബിലുള്ള ചകിരിച്ചോറ് കേട്ടോ. ഇതിങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് 5-6 ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ നിറമായി കിട്ടും. അതാണ് ഇതിൻ്റെ വ്യത്യാസം കേട്ടോ. അപ്പം നമുക്ക് ഷീറ്റിട്ട് മൂടിയിട്ടിട്ട് നമുക്കിത് ഒരു 10 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം കേട്ടോ. തണലത്ത് വെക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ വൈകുന്നേരമാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂർ ശേഷം നമുക്ക് ഇതിലേക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാം. കുമ്മായം നമ്മൾ ചേർക്കുമ്പോൾ 1 കിലോഗ്രാം ചകിരിച്ചോറിന് 200 ഗ്രാം കുമ്മായം എന്ന നിരക്കിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് എൻ്റെ 5 കിലോഗ്രാം ചകിരിച്ചോറാണുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ കുമ്മായം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇപ്പോൾ അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കണം നല്ലതായിരിക്കും. ഒരു കോലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണമായിരിക്കും നല്ലത് കേട്ടോ. അതിനുശേഷം നമുക്ക് കുമ്മായം ഇട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് വീണ്ടും 5 ദിവസം ഇതിങ്ങനെ വെക്കണം. 5 ദിവസം ഇങ്ങനെ വെക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ അത് ഇളക്കി കൊടുക്കണം നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതിട്ടിട്ട് 5 ദിവസമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതായത് അതിലെ കറുപ്പ് ഇത് കണ്ട ആ അഴുക്കുകളൊക്കെ പോയിന്ന് തോന്നുന്ന വിധം വരെ, അതായത് ഒരു 3-4 പ്രാവശ്യം കഴിയാനും കുഴപ്പമില്ല. അങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ കഴുകിയെടുത്തിട്ട് വേണം നമ്മിനി ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ. അത് വാർക്കട മുകളിലോ എവിടെ വേണമെങ്കിലും നമുക്കിടാം. എന്നിട്ട് നന്നായിട്ട് ഉണക്കി നമുക്ക് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറായി നമുക്ക് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ചകിരിച്ചോറ് ഇപ്പോൾ അത് ഉണക്കാനിട്ടേക്കണം. നമ്മിങ്ങനെ ഉണക്കാനിടാം. വാർക്കട മുകളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് ഉണക്കാനിടാം.
ഉണക്കിയതിന് ശേഷം നമുക്കിത് എപ്പോൾ വേണമെങ്കിലും കൃഷിയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതേ കണ്ട ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ട്രീയുടെ ചകിരിച്ചോറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ ഈ സെയിം കളറായി നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ബ്രിക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ട്രീറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ.